അതെ. ഹൗ ഓൾഡ് ആർ യു എല്ലാവർക്കും അത് അവളുടെ കണ്ടിട്ടുണ്ട്, അഭിനയിച്ചിട്ടില്ല. അപ്പം മറ്റേ ശരിക്ക് ഗവൺമെന്റ് 500-ന്റെ 1000-ന്റെ നോട്ട് നിരോധിച്ച സമയത്ത് ഈ പേളി മണിനെയൊക്കെയാണ് നിരോധിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട് പണ്ടേ നന്നായി പോയനെ. അവരെന്നെ നിരോധിച്ചിട്ടാണ് ഞാനിപ്പോ ദുബായിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ എന്നെ അവിടെ കേറ്റുന്നില്ല കേരളത്തില്. അല്ലെങ്കിലേ സാമ്പത്തിക മാന്യം എന്ന് പറഞ്ഞേക്കുന്ന അതിന്റെ കൂടെ പേളി മാണിയും കൂടെ വന്നു. ഇനി ഇവിടെയും വിടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? സോറി, അമർ അക്ബർ ആന്റണി ഇപ്പൊ കത്തി. അമർ അക്ബർ ആന്റണി അതിലല്ലായിരുന്നോ മറ്റേ വെജിറ്റബിൾ? ഇവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ പറയുന്ന പോലെ വിവരക്കേട് പറയാൻ ലൈസൻസ് എടുത്ത ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മളൊന്നും ചോദിക്കാനും പാടില്ല. കുഴപ്പമില്ല. പേളി എന്റെ നല്ല സുഹൃത്തല്ലേ? തലമുടിയൊക്കെ മധുര മീനാക്ഷി ക്ഷേത്രം പോലെ ആയല്ലോ. പിന്നെ മേളിലോട്ട് ഇരിക്കുക പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ തല. നന്നായി പേളി, രക്ഷപ്പെട്ടോളൂ. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. വളരെ സന്തോഷം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. ഇതിനു മുമ്പും ഈ ഗ്രൗണ്ടിൽ പരിപാടി ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ പരിപാടി ചെയ്തിട്ടുള്ള നിമിഷങ്ങളിലെല്ലാം ഇവിടെ ഈ ഫുഡും ഫുട്ബോളും എല്ലാം എപ്പോഴും ഈ ഓഡിറ്റോറിയത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൻ്റെ കൂടപ്പിറപ്പാണ്. സാമാന്യം കാറ്റുണ്ട്, പുറത്ത് വണ്ടികൾ തലങ്ങും വിലങ്ങും പോകുന്നതിൻ്റെ ഒരു ശബ്ദവും എനിക്കിങ്ങനെ ചെറുതായിട്ട് നമ്മുടെ ശ്രദ്ധ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ തമാശക്ക് ചെറുതായിട്ടൊക്കെ ചിരിക്കണം എന്ന് തോന്നിയാൽ സാധാരണ ചിരിക്കുന്നതിനേക്കാൾ കുറച്ച് ഒച്ചത്തിലും ആഞ്ഞും ബലത്തിലും ചിരിച്ചു കിട്ടിയാൽ അത് വളരെ സന്തോഷമായിരുന്നു. മനോരമയുടെ ആൾക്കാരൊക്കെ സൈഡിൽ നിൽപ്പുണ്ട്. ഇവൻ പറഞ്ഞിട്ട് ആൾക്കാർ ചിരിക്കുന്നുണ്ടോ എങ്ങനെയുണ്ടോ എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അതൊന്നും കേട്ടില്ലെങ്കിൽ അവരത് ഞാൻ ഇറങ്ങുമ്പോൾ കുറ്റമായിട്ട് പറയും. അതുകൊണ്ട് ദയവ് ചെയ്ത് അവരെ ഞെട്ടിക്കാൻ വേണ്ടി ഒരു തുടക്കം വെച്ചുകൊണ്ട് ഒരു നല്ല കൈഡി കൂടെ തന്നാൽ നമുക്ക് ഗംഭീരമായിട്ട് കാര്യങ്ങളിലേക്ക് തുടങ്ങാമായിരുന്നു. വളരെ ഓൺലൈൻ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനം കണ്ടുപിടിച്ച ഒരു ഉപകരണമാണ് മൊബൈൽ. അത് ഈ നൂറ്റാണ്ടിനെ ഇത്രയധികം മാറ്റിമറിക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. വിവരസാങ്കേതിക വിദ്യയുടെ വിരൽത്തുമ്പിൽ ലോകം തൂന്നിങ്ങാടുന്ന ഈ സമയത്ത് മലയാളിയുടെ വായനാശീലത്തിൽ, മലയാളിയുടെ വായനയുടെ ലോകത്തേക്ക് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ് മലയാള മനോരമ. അപ്പോൾ ഇത്തരത്തിലൊരു പ്രസ്ഥാനം ആരംഭിക്കുമ്പോഴും അതിൻ്റെ ഒരു നെടുനായകത്വം വഹിക്കാൻ എന്തുകൊണ്ടും അർഹത മലയാള മനോരമയ്ക്ക് തന്നെയാണ്. അതിനവർ നൽകുന്ന നേതൃത്വത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് ആശംസകൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. മിഡിൽ ഈസ്റ്റിലോ അല്ലാതെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പല സംഘടനകൾ ഉണ്ടാകാറുണ്ട്. അത് നാട്ടിൽ നമ്മൾ പഠിച്ച കോളേജിൻ്റെ അടിസ്ഥാനത്തിലാകാം, ജാതിയുടെ അടിസ്ഥാനത്തിലാകാം, മതത്തിൻ്റെ അടിസ്ഥാനത്തിലാകാം, ഇവിടെ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലാകാം, നാട്ടിൽ നമ്മൾ ഏത് ജില്ലയിലാണ്, പഞ്ചായത്തിലാണ്, കണ്ണൂർ അസോസിയേഷൻ, തിരുവനന്തപുരം അസോസിയേഷൻ, ഇങ്ങനെ പലതരത്തിൽപ്പെട്ട അസോസിയേഷനുകൾ ഉണ്ടെങ്കിലും ഇന്ത്യക്ക് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് നമ്മൾ ഇതുപോലെ ഒത്തുകൂടുന്നുണ്ടോ എങ്കിൽ അതിൻ്റെ മൂല കാരണം, ദ ബേസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മലയാളികളാണ് എന്ന സത്യമാണ്, മലയാളം പറയുന്നവരാണ് എന്ന സത്യമാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ചുരുക്കം ചില ഭാഷകൾക്ക് ലഭിച്ച ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച മലയാള ഭാഷയ്ക്ക് കൊടുക്കാം നമുക്ക് ഇപ്പോൾ നല്ല ഒരു കയ്യടി. മലയാളികളായി പിറന്നതിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം മലയാളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇംഗ്ലീഷുകാരെ ദൈവം പറ്റിച്ചു, അവർക്ക് 26 അക്ഷരങ്ങളെ കൊടുത്തുള്ളൂ. മലയാളിക്ക് 50-ലധികം അക്ഷരങ്ങൾ തന്നു. പിന്നെ വള്ളി തന്നു, പുള്ളി തന്നു, ചന്ദ്രക്കല തന്നു, കുനിപ്പ് തന്നു, ആകാരം തന്നു, ദീർഘം തന്നു, ടാക്സ് അടയ്ക്കേണ്ടാത്ത വേറെ കുറേ സാധനങ്ങൾ തന്നു. എന്നിട്ടും മലയാളം ഒരു കുഞ്ഞു ഭാഷയായിട്ടിരിക്കുന്നു, ഇംഗ്ലീഷ് ഒരു ലോക ഭാഷയായിട്ടിരിക്കുന്നു. ഇതിന് പലപ്പോഴും കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളി തന്നെ മലയാളം ഉപയോഗിക്കാത്തതാണ്. ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ സൂര്യന് സൺ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു വാക്കില്ല. പക്ഷെ മലയാളത്തിൽ സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർക്കൻ ദിവാകരൻ, ജോർജ് ജോസഫ്, മുഹമ്മദ് ക്ലീറ്റസ് എന്ത് പറഞ്ഞാലും സൂര്യൻ തന്നെയാണ്. കണ്ണിന് ഐ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു വാക്കില്ല. പക്ഷേ മലയാളത്തിൽ കണ്ണിന് 36-ലധികം പര്യായ പദങ്ങളുണ്ട്. അത്രയധികം പദധാരാളിത്തമുള്ള ഭാഷയാണ് മലയാളം. മാത്രമല്ല മലയാളത്തിന് ഞാൻ കണ്ടുപിടിച്ച ഒരു പ്രത്യേകത കൂടിയുണ്ട്. മലയാളി തമിഴ്നാട്ടിൽ പോയാൽ തമിഴ് പറയും, ആന്ധ്രയിൽ പോയാൽ തെലുങ്ക് പറയും, കർണാടകത്തിൽ പോയാൽ കന്നഡ പറയും, ചൈനയിൽ പോയാൽ ചൈനീസ് പറയും, ഫ്രാൻസിൽ പോയാൽ ഫ്രാൻസീസും പറയും. പക്ഷേ മലയാളി പറയുന്നത് പോലെ മലയാളം പറയാൻ ഇന്നേ വരെ ഈ ലോകത്ത് വേറെ ഒരു ഭാഷക്കാരനും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് മലയാള ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് പറഞ്ഞ് നാക്ക് വളച്ചും തിരിച്ചും മറിച്ചും ശീലിച്ചവരാണ് നമ്മളെല്ലാവരും. അത്രയധികം പ്രത്യേകത അവകാശപ്പെടാവുന്ന ഭാഷയാണ് മലയാളം. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ്റിൻ്റെ കണക്കിൽ തന്നെ 35 ലക്ഷം ബംഗാളികൾ പണിയെടുക്കുന്നുണ്ട്. കണക്കിൽപ്പെടാത്തൊരു 15 ലക്ഷം വേറെയും കൂട്ടും. അങ്ങനെ കൂട്ടിയാൽ ഏകദേശം 50 ലക്ഷത്തോളം ബംഗാളികൾ നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്നു. ബംഗാളി മലയാളിയെ കല്യാണം കഴിക്കുന്നു, മലയാളി ബംഗാളിയോട് ഒളിച്ചോടുന്നു. ഇവർക്ക് വേണ്ടി സ്കൂളുകളിൽ ചെറിയ പഠന കേന്ദ്രങ്ങളൊക്കെ ആരംഭിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ പോക്ക് പോവുകയാണെങ്കിൽ ഒരു 15 വർഷം കഴിയുമ്പം മലയാളിയും ബംഗാളിയും കൂടെ നമ്മുടെ നാട്ടിൽ മലങ്കാളി എന്ന് പറയുന്ന ഒരു ഭാഷയായിരിക്കും മിക്കവാറും ആൾക്കാർ പറയാനായിട്ട് സാധ്യതയായിട്ട് വരുന്നത്. ആ നാട്ടിലാണ് കാര്യം നോക്കുന്നത്. പഴയ പല കാര്യങ്ങളും നമുക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തുനിന്ന് മാറി പഴയ പല സംഭവങ്ങളും തിരിച്ചു വന്നിരുന്നു. ഒരു മാറ്റവുമില്ല. ഇപ്പം
നിങ്ങളൊക്കെ ഇവിടെ ജീവിക്കുകയാണ്, ഞങ്ങളൊക്കെ നാട്ടിൽ അതിജീവിക്കുകയാണ്. ഈ ജീവനവും അതിജീവനവും തമ്മിൽ വളരെ വലിയ വ്യത്യാസമാണുണ്ട്. നിങ്ങൾ ജീവിക്കുന്നു, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് അതിജീവിക്കണം. ഞങ്ങൾ ചൈനീസ് മുട്ടയിൽ നിന്ന് അതിജീവിക്കണം, വിഷമുള്ള പച്ചക്കറിയിൽ നിന്ന് അതിജീവിക്കണം, സർവോപരി പലതരത്തിൽപ്പെട്ട അസുഖങ്ങളിൽ നിന്ന് അതിജീവിക്കണം, ടിപ്പർ ലോറിയിൽ നിന്ന് അതിജീവിക്കണം, തെരുവ് നായ്ക്കളിൽ നിന്ന് അതിജീവിക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ നിന്ന് കടി കിട്ടാതെയും ഇടി കിട്ടാതെയും രക്ഷപ്പെട്ടാണ് നമ്മുടെ ഓരോ ദിവസവും പോകുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ കിണറിന് കുറുകെയുള്ള കമ്പിൽ കാക്ക ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പോക്കെ ഞാൻ കാക്ക പറത്തു പോകും. ഇന്ന് നമ്മൾ പോക്കെ ഞാൻ കാക്ക ഇത്ര കാണിക്കുള്ളൂ. കാരണം കാക്കക്ക് അറിയാം നമ്മുടെ കയ്യിൽ കല്ലില്ല എന്നുള്ള സത്യം. അത്രയധികം അഡ്വാൻസ്ഡായി നമ്മുടെ നാടും എല്ലാ കാര്യത്തിലും എല്ലാവർക്കും കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു തുടങ്ങിയ സാഹചര്യത്തിലാണ് നമ്മളും നമ്മുടെ നാടും ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. പഴയത് പലതും വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ പഴയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് എപ്പോഴും യാദൃശ്ചികമായിട്ടാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ക്ലാസ്സിൽ ജിത മോൾ എന്നൊരു പെണ്ണ് പഠിക്കുന്നുണ്ടായിരുന്നു. അന്ന് ജിതാമോള് ഞാനിങ്ങനെ സ്കൂളിൽ മണി അടിക്കുന്ന മണിയുടെ സൈഡിൽ ഞാൻ ചാരി നിൽക്കുന്നു. ചോറ്റുപാത്രത്തിൽ ചോറ് കഴുകി പാത്രം കഴുകി ജിത നടന്നു വരുമ്പം എന്തോ ഒരു കമൻ്റ് അടിക്കാൻ തോന്നി. ഞാൻ വെറുതെ ജിതേനൊരു കമൻ്റ് അടിച്ചു. ജിത അത് ജിതയുടെ അച്ഛനോട് പറഞ്ഞു. ജിതയുടെ അച്ഛൻ അത് പ്രിൻസിപ്പലിനോട് പറഞ്ഞു. പ്രിൻസിപ്പലും ജിതയുടെ അച്ഛനും കൂടെ എൻ്റെ അച്ഛനെയും കൂടെ പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് വിളിച്ചു. അങ്ങനെ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ വ്യാജമദ്യ കേസിൽ പ്രതി നിൽക്കുന്ന പോലെ ഞാനും എൻ്റെ അച്ഛനെ നിൽക്കുകയാണ്. അച്ഛൻ്റെ കോട്ട കണ്ടിട്ട് എന്നെ നോക്കും, ഞാൻ അച്ഛനെ നോക്കും. പ്യൂൺ വരെ എന്നെയും എൻ്റെ അച്ഛനെയും ചീത്ത പറഞ്ഞു. എന്തിനധികം പറയുന്നു, ജിതയെ കമൻ്റ് അടിച്ചവൻ എന്നൊരു ചീത്ത പേര് സ്കൂള് മുഴുവൻ എനിക്ക് ഗംഭീരമായിട്ട് വീണു. അത് കഴിഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ദുബായിൽ ഇവിടെ പരിപാടിക്ക് വന്നപ്പോൾ സ്റ്റേജിന് ബാക്കിൽ ഇപ്പോൾ വന്ന് നിൽക്കുന്നു നമ്മുടെ പഴയ ജിതാമോൾ. എൻ്റെ മനസ്സിൽ മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി എന്നുള്ള പേരൊക്കെ പാട്ടൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട്. ജിതയുടെ കൂടെ ജിതയുടെ ഭർത്താവുണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ എന്നെ നോക്കി ഇങ്ങനെ ഒരു ചിരി. അപ്പോൾ എനിക്ക് മനസ്സിലായി, രാത്രി കിടക്കുമ്പോഴേ കണ്ട ചെറിയൊരു ഗമ്മയ്ക്ക് വേണ്ടി ജിത പറഞ്ഞിട്ടുണ്ട്, ഈ രമേഷ് പിഷാരടിയൊക്കെ പണ്ട് എൻ്റെ പുറകെ നടന്നതാ എന്ന് പറഞ്ഞിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഭർത്താവ് എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കാണെങ്കിലും പുള്ളിനെ ഫേസ് ചെയ്യാൻ നല്ല ചമ്മലുണ്ട്. ജിതയുടെ മൂത്ത മോൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മൂന്നാമത് ഗർഭവും ഉണ്ട്. ഇപ്പം ഈ പുള്ളി എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പതുക്കെ ചെന്നിട്ട് ജിതയുടെ ഭർത്താവിന് ക്ഷയിക്കാൻ കൊടുത്ത് ഞാൻ പിഷാരടി ഇപ്പോൾ പുള്ളി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളിയുടെ മുഖം അങ്ങനെ തന്നെയാണെന്നുള്ളത്. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. എന്തായിരുന്നു ജിതാമോൾക്കൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊരു പവർ. ഇപ്പം നല്ല തട്ട് കിട്ടിയിട്ടിരിക്കുക. ജിത ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് പിണക്കമാണ്. ഞാൻ ചോദിച്ചു എന്തു പറ്റി, നീ കമൻ്റ് അടിക്കുന്നില്ല? എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം ഒരു 20 വർഷം മുമ്പ് അവളെ കമൻ്റ് അടിച്ചതായിരുന്നു പ്രശ്നം. ഇപ്പോൾ അവൾ കമൻ്റ് അടിക്കാത്തന്നെ. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അവൾ ഫേസ്ബുക്കിലിടുന്ന ഫോട്ടോകൾക്ക് ഞാൻ കമൻ്റ് അടിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജിതയുടെ പരാതി. ഒരേ വാക്കിന് തന്നെ 20 വർഷം കൊണ്ട് 2 അർത്ഥമായിപ്പോയി. അത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയെ ഞാൻ പറഞ്ഞു ശരി, ഇനി മുതൽ ഫോട്ടോ ഇടുമ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞോളൂ, ഞാൻ കമൻ്റ് അടിച്ചോളാം. രാത്രി ആയപ്പോൾ തന്നെ ജിതയുടെ ഒരു ഫോൺ വന്നു. ഇപ്പോൾ ഭർത്താവ് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു കമൻ്റ് അടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇൻ്റർനെറ്റൊക്കെ ഓണാക്കി ചെന്ന് നോക്കിയപ്പോണ്ടാ ഈ ഫ്ലാറ്റിലെ ജനലിൻ്റെ പടിയിൽ കുടിക്കണ ടാങ്ക് എന്ന് പറയുന്ന സാധനമില്ലേ, അതിൻ്റെ കുപ്പിയിൽ ഒരു മണ്ണ് നിറച്ചിട്ടൊരു കാന്താരി മുളകിൻ്റെ ചെടി നട്ടു വെച്ചിരിക്കുന്നു. അതിൻ്റെ മുകളിൽ ജിതയുടെ കമൻറ്റും ഫീലിംഗ് എക്സൈറ്റഡ് മൈ ഹസ്ബൻഡ്സ് കൾട്ടിവേഷൻ എന്ന്. ഇത്ര ആരോഗ്യമില്ലാത്തൊരു കാന്താരി മുളകിൻ്റെ ചെടി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ കാന്താരി മുളകിൻ്റെ ചെടിയുടെ ഫോട്ടോ ഇട്ടിട്ടാണ് മൈ ഹസ്ബൻഡ്സ് കൾട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത്. ഞാൻ പിന്നെ ജിതയുടെ ഭർത്താവില്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിക്കണ കൈയുടെ ചിഹ്നം ഉണ്ടല്ലോ, അതൊരു 5 എണ്ണം ചക്ക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടു. നമുക്ക് നഷ്ടമില്ലാത്ത പരിപാടിയാണല്ലോ, അതങ്ങോട്ട് ഇട്ടുകൊടുത്തു. എന്നിട്ട് ഞാൻ ജിതയെ വിളിച്ച് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് അർദ്ധരാത്രി 12 മണിക്ക് വിളിച്ചിട്ട് ഭർത്താവിൻ്റെ കാന്താരി മുളകാണ്, അതിന് ഞാൻ കമൻറ്റ് അടിക്കണം ലൈക്ക് അടിക്കണം എന്നൊന്നും പറയരുത്, ഈ പരിപാടിക്ക് ഞാൻ പറ്റൂലെന്ന് പറഞ്ഞു. ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിൻ്റെ ബാക്കിൽ ഇപ്പോൾ വേറൊരു സുഹൃത്ത് വന്നിട്ട് ചോദിച്ചു, ഈ ഫോൺ ഏതാ? ഞാൻ പറഞ്ഞു സാധാരണ ഫോണാണ്. ആപ്പിളിൻ്റെ ഫോൺ ഇറങ്ങിയിട്ടുണ്ട്, 7 ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടുന്ന് 7 എടുത്താൽ കുറച്ച് വിലക്കുറവുണ്ട്. ഞാൻ പറഞ്ഞു എത്രയാവും? അപ്പോൾ പറഞ്ഞു കുറേ ദീർഘമാവും. പുള്ളിയുടെ ദീർഘം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു 7 വേണ്ട, ഞാൻ ഇതുകൊണ്ട് ജീവിച്ചോളാം. പക്ഷേ ആപ്പിൾ വളരെ നല്ലതാണ്. പുള്ളി ആപ്പിളിൻ്റെ പരസ്യം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നോട്. ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, ഞാനിത് ഉപയോഗിച്ചോളാം, ആപ്പിളാണ് നല്ലത്. ഞാൻ പറഞ്ഞു അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ആപ്പിളിന് 5-6 കുരുതാ, ഞാൻ നാട്ടിൽ കൊണ്ടേ മുളപ്പിച്ചോളാം, അല്ലാണ്ട് ഇത് മേടിക്കാനുള്ള കാശ് തൽക്കാലം ഇല്ലയെന്ന് പറഞ്ഞു. അതിലാണെങ്കിലും പ്രെഡിക്റ്റീവ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്ന സാധനം ഫോൺ ഇങ്ങോട്ട് പറഞ്ഞു തരും. ഇതിൽ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യണം നല്ലതാണ്, കാരണം നമ്മുടെ അക്ഷരത്തെറ്റുകൾ ഫോൺ തന്നെ ശരിയാക്കി തരും. പക്ഷേ മലയാളം ടൈപ്പ് ചെയ്യുമ്പം നമ്മൾ ഉദ്ദേശിച്ച സാധനമല്ല പലപ്പോഴും ഈ ഫോണിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ തന്നെ ഇവിടെയുള്ള ഫോർഡ് എൻഡോവർ എന്ന് പറയുന്ന കാറ് നാട്ടിലിറങ്ങി. ഞാൻ ആ ഫോണിലൊരു ഒരു മെസ്സേജ് എൻ്റെ കൂട്ടുകാരൻ അയച്ചു, പ്രെഡിക്റ്റീവ് ടെസ്റ്റ് ഓണാക്കി വെച്ച്, ക്യാൻ യു പ്ലീസ് സേ വാട്ട്സ് ദ അപ്രോക്സിമേറ്റ് റേറ്റ് ഫോർ ഫോർഡ് എൻഡോവർ എന്ന് ചോദിച്ചൊരു മെസ്സേജ് അയച്ചു. 10 മിനിറ്റ് ഞാൻ അവൻ്റെ മറുപടി വന്നു, അക്കോർഡിംഗ് ടു ദ ബ്രാൻഡ് എ മിനിമം ഓഫ് 100 ആൻഡ് എ മാക്സിമം ഓഫ് 1000.
ഒരു പിടുത്തവും കിട്ടിയില്ല. കാരണം ഇതെന്താ ഇവൻ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ അവനെ വിളിച്ചു, എടാ നീ എന്താണ് അയച്ചിരിക്കുന്നത്? അക്കോർഡിംഗ് ടു ദ ബ്രാൻഡ് മിനിമം ഓഫ് 100 ആൻഡ് മാക്സിമം ഓഫ് 1000, 10-38 ലക്ഷം രൂപ വിലയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ ചോദിച്ചു, നീ എന്താണ് എനിക്ക് അയച്ചത്? ഞാൻ പറഞ്ഞു, വാട്ട്സ് ദ അപ്രോക്സിമേറ്റ് റേറ്റ് ഫോർ ഫോർഡ് എൻഡോവർ. നീ ഫോർഡ് എൻഡോവർ എന്നാണോ അയച്ചത്? ഇവിടെ കിട്ടിയത് 4 അണ്ടർവെയർ എന്നാണ്. അതിൻ്റെ വിലയാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ ബ്രാൻഡ് മിനിമം ഓഫ് 100 ബോട്ട് ജെട്ടിയിൽ കിട്ടും, മാക്സിമം ഓഫ് 1000 വലിയ തുണിക്കടയിൽ പോയാൽ 1000 രൂപയ്ക്കും കിട്ടും. അപ്പോൾ അവൻ പറഞ്ഞ കാര്യം തിരിച്ച് ചിന്തിക്കുമ്പോഴും വളരെ കറക്റ്റാണ്. വേദിക്ക് പുറകിൽ കുറച്ച് ചേച്ചിമാർ വന്നിട്ട് ചോദിച്ചു, പിഷാരുടെ ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ എടുത്തോളാൻ പറഞ്ഞു. 4 ചേച്ചിമാർ ഇവിടെ, 4 ചേച്ചിമാർ ഇവിടെ. ഒരു 1.5 സ്ക്വയർ ഫീറ്റിൻ്റെ ഐപാഡിൽ അവരെൻ്റെ ഫോട്ടോ എടുത്തു, കാണിക്കാൻ പറഞ്ഞു. കാണിച്ചു നോക്കിയപ്പോൾ ഞാൻ മാത്രം ചിരിച്ചിരിക്കുന്നു. ചേച്ചിമാരുടെ മുഖത്തൊക്കെ എന്തെന്നില്ലാത്തൊരു ദേഷ്യമുണ്ട്. ഞാൻ ചോദിച്ചു, ചേച്ചി, ദൈവം ഒരുപാട് ജീവികളെ സൃഷ്ടിച്ചു, എല്ലാ ജീവിയും കരയും, എല്ലാ ജീവിക്കും കുഞ്ഞുങ്ങളുണ്ടാവും, എല്ലാ ജീവിയും ഒരിക്കൽ മരിക്കും, എല്ലാ ജീവിക്കും വിശക്കും. പക്ഷേ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ചിരിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ തന്നിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങളൊക്കെ എന്താണ് ചിരിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു, രമേശ്, അത് ഞങ്ങൾ ചിരിക്കാത്തതല്ല, ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലുള്ള സ്ത്രീകൾ ഫോട്ടോ എടുക്കുമ്പോൾ വയറൊട്ടിച്ച് പിടിക്കുക, അപ്പോൾ കണ്ണ് തള്ളിപ്പോകുന്നതാണ് എന്ന് പറഞ്ഞു. ഈ അടുത്ത കാലത്ത് നാട്ടിലൊരു ഡോക്ടർ കണ്ടുപിടിച്ചിട്ടുണ്ട്, കലോറി കണക്കിന് ഊർജ്ജം പോയി കുടവേറ് കുറയുന്നതിനും ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കുന്നതിനും കയ്യടി വളരെ നല്ലതാണെന്ന്. അപ്പോൾ ഞാനെങ്ങാൻ നന്നായാലോ എന്ന് ഓർത്ത് അടിക്കാതിരിക്കരുത്. അവനവൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഇടയ്ക്ക് ലേശം ഇച്ചിരി ഇങ്ങോട്ട് അടിച്ചാൽ അത് ഈ കൂട്ടത്തിൽ നിങ്ങൾക്കൊരു വ്യായാമം കൂടി ആവും എന്ന് മാത്രം ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും ഈ നാട്ടിലേക്ക് വരുന്നത് ഫ്ലൈറ്റ് കടന്നിട്ടാണ്. ഫ്ലൈറ്റ് കയറാതെ ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നത് പണ്ട് കപ്പലിൽ വന്നവരെ കുറിച്ച് നമ്മൾ കേട്ട ചരിത്രം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അങ്ങനെ ഒരു വരവില്ല. ഫ്ലൈറ്റിലാണെങ്കിലും പൈലറ്റ് എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്. ഞാനിതുവരെ കണ്ടിട്ടില്ല. നമ്മൾ എമിഗ്രേഷനിൽ നിൽക്കുമ്പം കോഴി കുഞ്ഞുങ്ങളും പോകുന്ന പോലെ ഒരു സാഹിബും 3-4 പെണ്ണുങ്ങളും കൂടി ഇങ്ങനെ പോകുമ്പോൾ ബാക്കിൽ നിൽക്കണം പറയുന്നത്, അതാട്ടോ നമ്മുടെ പൈലറ്റ് എന്ന് പറയുമ്പം ചൂടുവെള്ളം കൊണ്ട് മുഖം കഴുകിയ പോലെ ഒരു സാഹിബ് പോകണ്ടാവും വലിയ തൊപ്പിയൊക്കെ ഇട്ടിട്ട്. അതാണ് നമ്മുടെ പൈലറ്റ് എന്ന് നമ്മളങ്ങ് മനസ്സിലാക്കുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പൈലറ്റിനെ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളൊക്കെ ഇപ്പോഴും എത്ര കാല് കറിഞ്ഞ് കരഞ്ഞു പിടിച്ചാലും സംഘാടകർ എക്കണോമി ക്ലാസ് തന്നെ എടുത്തു തരുള്ളൂ. സംഘാടകർ എക്കണോമി എടുത്ത് തരികയും ചെയ്യും. ആ ടിക്കറ്റ് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുന്ന പെണ്ണാണെങ്കിൽ 32A 32B എന്നൊക്കെ പറഞ്ഞാൽ കക്കൂസിന് കാവലായിട്ടുള്ള സീറ്റ് എനിക്ക് എപ്പോഴും തരികയുള്ളൂ. ഞാൻ എൻ്റെ സീറ്റ് ബാക്കിലോട്ട് ചാരിയാൽ കക്കൂസിൻ്റെ ഭിത്തിയിൽ ഇടിക്കും. അങ്ങനെ നിൽക്കുള്ളൂ. അപ്പോൾ ഒരു റൗണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ക്യൂ ഉണ്ടാവുമല്ലോ അതിൻ്റെ വാതിക്കെ. ഈ ക്യൂ നിൽക്കുന്നവൻ എൻ്റെ കസേരയെ കുത്തി നിന്നിട്ടായിരിക്കും ഇങ്ങനെ സഹിച്ച് നിൽക്കുന്നത്. ഇവൻ്റെ പ്രസവവേദന മുഴുവൻ ഞാൻ കാണണം സ്ഥിരമായിട്ട്. എന്നിട്ട് നമ്മൾ ഉറക്കത്തിൽ നോക്കുമ്പോൾ ഫോട്ടോ എടുത്തോട്ടെന്ന് ചോദിക്കും. ആ മുഖം വെച്ച് ഞാൻ പറയും, ചേട്ടാ ഇപ്പോൾ ഫോട്ടോ എടുക്കണ്ട, തിരിച്ചു പോകുമ്പോൾ എടുക്കാം, അല്ലെ ചേട്ടൻ്റെ മുഖം വൃത്തികേടായിരിക്കും എന്ന് പറയാറാണ് പതിവ്. അപ്പോൾ ഫ്ലൈറ്റിലുമുണ്ട് അനൗൺസ്മെൻറ്റുകൾ. ഇപ്പോൾ ഈ പേളി മണിയൊക്കെ ചെയ്യുന്ന പോലെ നമ്മുടെ അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്ന ജോലി ഫ്ലൈറ്റിലുമുണ്ട്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഈ പൈലറ്റ് ഫ്രണ്ടിൽ നിന്നൊരു ശബ്ദ സാന്നിധ്യമായി നമ്മൾ അനൗൺസ്മെൻറ്റുകൾ എത്തിക്കും. ഇങ്ങോട്ട് കയറുമ്പോൾ കൊച്ചിയിൽ നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ കോഴിക്കോട് നിന്നോ നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ആ അനൗൺസ്മെൻറ്റ് ഇങ്ങനെയാണ്. പൈലറ്റ് നമ്മളോട് പറയും, Hi, I am Captain John and we are flying to Dubai. Our flying hours will be 3 hours and 50 minutes. Hope you all will enjoy your flight and it's 3,500 feet and the outer temperature. ഇത്രയും പറയും പൈലറ്റ്. നമ്മളിതും കേട്ട് ഭക്ഷണവും കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി 3:30-4 മണി വെളുപ്പിന് ഇവിടെ എത്താറാകുമ്പോൾ ഫ്ലൈറ്റിനകത്ത് ലൈറ്റൊക്കെ ഓൺ ചെയ്യുമ്പം ഇതേ പൈലറ്റ് വീണ്ടും ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യും. ആ അനൗൺസ്മെൻറ്റ് ഇങ്ങനെയാണ്, I am Captain John and we reached Dubai. The outside temperature is 42 degree and അപ്പോഴാണ് മനസ്സിലാകുന്നത് പുള്ളിയും കിടന്നുറങ്ങുമായിരുന്നു എന്നുള്ള കാര്യം. കുഞ്ഞുങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഇവിടെ എത്തി എന്നുള്ളതല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങുന്നു, ഇവിടെ പല കാര്യങ്ങൾ ചെയ്ത് പല തൊഴിലുകൾ ചെയ്ത് പല രീതിയിൽ നമ്മൾ ജീവിച്ച് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇവിടെ പലപ്പോഴും നാട്ടിലെ കാര്യങ്ങൾ ഏറ്റവും ഗഹനമായി വീക്ഷിക്കുന്ന ആളുകളെന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലുള്ള ആളുകളാണ്. നാട് പോലെയാണ്. നാട്ടിൽ അരിക്ക് വില കൂടിയാൽ, പെട്രോളിന് വില കൂടിയാൽ അത് ഏറ്റവും പെട്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന വിദേശ രാജ്യം എന്ന് പറയുന്നത് ഈ രാജ്യമാണ്. അതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ഇവിടെ നമുക്ക് നാട്ടിലെ ചില സൂപ്പർ സ്റ്റാറുകൾ, രാഷ്ട്രീയത്തിലെ ചില സൂപ്പർ സ്റ്റാറുകളുടെ ശബ്ദം ഇവിടെ അനുകരിക്കുകയാണ്. ആദ്യം അനുകരിക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ സഖാവിനെയാണ്. അദ്ദേഹത്തിനെ ഒരുപാട് മിമിക്രിക്കാർ അനുകരിക്കാറുണ്ട്. അദ്ദേഹത്തിന് അനുകരിക്കുന്ന മിമിക്രിക്കാരെല്ലാവരും അനുകരിക്കുമ്പോൾ വളരെ വ്യക്തമായി ശക്തമായി എന്നൊക്കെ പറഞ്ഞ് വളരെ ഹൈ ഗെയിനിലുള്ള ശബ്ദമാണ് അനുകരിക്കുന്നത്. പക്ഷേ ന്യൂസ് ചാനലുകളിൽ ഇൻ്റർവ്യൂകളിലും മറ്റും പങ്കെടുക്കുമ്പോൾ അദ്ദേഹം ഇത്ര ഒച്ചത്തിലൊന്നും സംസാരിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ പ്രായം, ആരോഗ്യം ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സബ്റ്റിലായിട്ടുള്ള ഒരു സംസാരമാണ്. ന്യൂസ് ചാനലുകളിലെ ഇൻ്റർവ്യൂകളിൽ സംസാരിക്കുന്ന VS സഖാവിൻ്റെ ശബ്ദം ഇങ്ങനെയാണ്. 1951 അന്നെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ വേരോടി തുടങ്ങിയ സമയമാണ്.
ഇത്രേ പറയൂ. പക്ഷേ നിയമസഭാ സമ്മേളനം നടക്കുമ്പം ബാക്കിയുള്ള MLA-മാരെല്ലാം കൂടെ ഒച്ചയെടുക്കുന്നു. അദ്ദേഹം പറയുന്നത് സ്പീക്കർ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു ഇച്ചിരി ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അനുകരിക്കുന്ന രീതിയിൽ അദ്ദേഹം ഒച്ചയെടുക്കും. അപ്പോൾ അദ്ദേഹം ചില തെളിവുകളും ചില പേപ്പറുകളും ഒക്കെ എടുത്തിട്ട് സാർ 2013 ജനുവരി മാസം സാർ ശ്രീമാൻ മുഖ്യമന്ത്രി സാർ ജുഡീഷ്യൽ അന്വേഷണം സാർ. എത്ര ഒച്ച എടുത്താലും ആരും ഒട്ടും കേൾക്കുകയില്ല. ഈ സമയത്താണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയെ നമ്മൾ സമ്മതിക്കേണ്ടത്. കാരണം ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. നെറ്റിൽ വരുന്ന വാർത്തകളിൽ പകുതിയും അങ്ങനെയാണ്. ഇതിൻ്റെ ഹെഡിങ് ഒക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. എന്താ ജീവിക്കുന്നുള്ളത്? രമേശ് പിഷാരടിയുടെ കൂടി ഇരിക്കുന്ന പെണ്ണിനെ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകുമെന്ന് പറഞ്ഞൊരു ഫോട്ടോ ഒരു ദിവസം തല മറച്ചു വെച്ചിരിക്കുന്നു. ഞാൻ ആകെ ഞെട്ടി. തുറന്നു നോക്കിയപ്പോൾ എൻ്റെ ഭാര്യ. ആരും ഞെട്ടാനില്ല, ഒന്നുമില്ല, വെറുതെ ഞെട്ടി. പക്ഷെ വേറെ കുറേ പേർക്ക് എൻ്റെ ഭാര്യ അറിയാത്തത് കാരണം ഏതാണ് ഇവൾ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ പല വാർത്തകളും തെറ്റായിട്ടാണ് നെറ്റിൽ വരുന്നത്. അതുകൊണ്ട് ഓർത്ത് ഉത്തരം പറയുന്ന ഒരാളാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറൊരു പത്രപ്രവർത്തകൻ ഒരു ആവശ്യമില്ലാത്തൊരു ചോദ്യം ചോദിക്കുന്നു. ഈ ചോദ്യത്തിന് അദ്ദേഹം ആലോചിച്ച് ഉത്തരം പറയുന്നു. ഇതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ചോദ്യത്തിന് ആലോചിച്ച് ഉത്തരം പറയുന്ന മുൻ മുഖ്യമന്ത്രി നമുക്ക് കാണാം. അത് ഗവൺമെൻറ് വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത്. പറഞ്ഞല്ലോ കേന്ദ്രമായിട്ട് കൂടി സംസ്ഥാന ഗവൺമെൻറ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെ ഒക്കത്തില്ല. ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങൾ എന്തോ അവർക്കെന്നാ പറയാൻ പാടില്ലാത്ത അത് തെളിവുണ്ടോ? നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? നിങ്ങൾക്ക് കുറേ വിവാദങ്ങൾ വേണം, അത് തരാൻ എനിക്കൊക്കത്തില്ല. നന്ദി, നമസ്കാരം. ഇതും പോയി കഴിഞ്ഞാൽ മറ്റൊരാൾ വളരെ ശാന്തനായി സംസാരിക്കുന്ന ഒരാളാണ്. കാരണം ഇപ്പം എന്തെങ്കിലും ചെയ്തു കളയും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അദ്ദേഹം ഒന്നും ചെയ്യാറില്ല. നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആൻ്റണി സാർ അദ്ദേഹം എത്തുകയാണ്. അദ്ദേഹം ഇത്തവണ നിങ്ങളോട് സംസാരിക്കുന്നത് സൂപ്പർ ഹിറ്റായിട്ടുള്ള രജനീകാന്തിൻ്റെ കബാലി എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റായിട്ടുള്ള ഡയലോഗ് ശ്രീ AK ആൻ്റണി സാറാണ് പറഞ്ഞിരുന്നതെങ്കിൽ അദ്ദേഹം എങ്ങനെ പറയുമായിരുന്നു എന്ന് നമുക്ക് കാണാം. കബാലിയിലെ ഡയലോഗുമായി AK ആൻ്റണി സാർ. തമിഴ് പടങ്ങളിൽ മെഴുക് വെച്ചിട്ട് മീശ മുറുക്കിയിട്ട് നമ്പ്യാൽ കബാലി ഇങ്ങനെ വിളിക്കുമ്പോൾ കുനിഞ്ഞ് നിന്ന് സൊല്ലുങ്ക എഴുമ അങ്ങനെ പറയുന്ന ഒരാളല്ലേ ഞാൻ. കബാലിയടാ കബാലി. ഇത് അവസാനിക്കുമ്പോൾ ഇത്രയും രാഷ്ട്രീയ താരങ്ങളെ മാത്രം അവതരിപ്പിച്ചതുകൊണ്ട് 2 സിനിമാ താരങ്ങളുടെ ശബ്ദം അവതരിപ്പിക്കുകയാണ്. മഹേഷിൻ്റെ പ്രതികാരം എന്ന ചിത്രത്തിലെ ആർട്ടിസ്റ്റ് ബേബി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അലൻസിയർ എന്ന നടൻ, ഒപ്പം ഞങ്ങളുടെ സുഹൃത്തും സഹപ്രവർത്തകനൊക്കെ ആയിട്ടുള്ള സൗബിൻ സാഹിർ എന്ന പുതിയ കോമഡി താരം. ഇവർ 2 പേരും ചേർന്നുള്ള മഹേഷിൻ്റെ പ്രതികാരം എന്ന ചിത്രത്തിലെ ഒരു സംഭാഷണം ഇവിടെ അവതരിപ്പിക്കുകയാണ് സൗബിനും അലൻസിയറും. എണീക്കടാ, നീയും എൻ്റെ കൊച്ചു സോണിയായിട്ട് എന്നാ ഡിങ്കോൾഫിയാടാ. ഇനി എൻ്റെ കൊച്ചിനെ കൊണ്ട് നീ കട്ടപ്പന നിറഞ്ഞ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. എരപ്പേ, നിർത്തിക്ക്. സോണിയോടി കാര്യം ചോദിച്ച ബേബി ചേട്ടൻ ചോദിക്കണ്ട. ചോദിച്ചാൽ ചിലപ്പോൾ മുഖത്ത് തുപ്പും. ഡിങ്കോൾഫി അല്ലേ? ഞാൻ തല്ലിപ്പൊളിയായിരിക്കും. പക്ഷെ നമ്മുടെ സോണിയ അവള് മുത്തല്ല ചേട്ടാ. നീ എന്നെ കരയിക്കാത്ര നായിൻ്റെ പോനെ. താങ്ക് യു.